ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? എങ്ങനെയുണ്ട് ഈ ലുക്കൊക്കെ? ഈ ചെരുപ്പൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല ഭംഗിയില്ല ചെരുപ്പില്ലേ? ഇതൊരു വെറൈറ്റി ആട്ടോ. ഇത് ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഒരു കൗതുകം തോന്നി ഇട്ട് നോക്കിയതാണ്. അതേമാതിരി ഈ ചുരിദാർ നല്ല ഭംഗിയിൽ കാണാൻ നമ്മളൊന്ന് ചെറിയൊരു പർച്ചേസിനായിട്ട് ഇറങ്ങിയാണ് നമ്മളെ ഷോപ്പിലേക്ക്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ വിഷു ആയതുകൊണ്ട് അവിടെയൊക്കെ കൊന്നപ്പൂവൊക്കെ വെച്ച് നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പറായിട്ടില്ല കാണാൻ. പിന്നെ അതേമാതിരി ഒരു വർക്ക് ചെയ്യുന്ന ആളെ കണ്ടു. ആദ്യമായിട്ട് കാണണം ഇങ്ങനെ വർക്ക് ചെയ്യണമൊക്കെ. അങ്ങനെ ഒന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ സാരി സെക്ഷനിലേക്കാണ് ആദ്യമായിട്ട് പോയത്. അപ്പോൾ ലിഫ്റ്റിൽ അമ്മക്ക് കാൽവേദന ഉണ്ടായിരുന്നു. ലിഫ്റ്റിൽ കയറിയത് അതിനാലും ഞങ്ങൾ കുടുങ്ങി. അല്ലു നേരെ കൊണ്ടുപോയത് താഴത്തേക്കാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ അവിടെ എത്തി. കുറച്ച് ബ്ലൗസും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഒക്കെ റെഡിമെയ്ഡ് ബ്ലൗസാണ്. നമ്മളെ മുസ്ലിംസിനൊന്നും പറ്റൂല. മുസ്ലിംസൊന്നും ഇത് ഇടാറില്ല. ഞങ്ങളെ നാട്ടിലിട്ട പൊതുവെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഇടലുണ്ടാവും. നല്ല ഭംഗിയില്ല റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ ഉണ്ട്. ഒത്തിരി സാരി കളക്ഷൻ ഉണ്ട്. ഒരുപാട് നല്ല അടിപൊളി സാരികളുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളെ അമ്മക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഞങ്ങളമ്മ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടെ അല്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായ സാധനങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഞാനിങ്ങനെ വെച്ചൊക്കെയാണ് അച്ഛനോട് ചോദിക്കുന്നുണ്ട്. ഡ്രസ്സ് അടിപൊളിയാണ്, നല്ല ഭംഗിയില്ല, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ അത് ഞങ്ങൾ അമ്മക്ക് പറ്റൂല. എന്താ ചെയ്യുക? അമ്മേൻ്റെ മനസ്സിലുണ്ട് ഒരു സെലക്ഷൻ, അതേ എടുക്കുള്ളൂ. ഇത് അടിപൊളി കേട്ടോ. ഈ റെഡുമ്മ ഡോട്ടില്ലത് നല്ല ഭംഗിയുണ്ട് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓരോ ബൊമ്മക്ക് നല്ല സെറ്റൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. സെറ്റ് സാരി എല്ലാം ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്മക്ക് ഇഷ്ടപ്പെടാതെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. താഴെയാണ് റണ്ണിങ് മെറ്റീരിയൽസ് ഇല്ലെന്ന് പറഞ്ഞു. ഇനി മുറിച്ചെടുക്കുന്നത് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഒരു ലോകമാണ് തന്നെ അവിടെ ഉണ്ട്. നല്ല ഭംഗിയില്ല, ഒരുപാട് നല്ല രസമുള്ള സാധനങ്ങൾ. റേറ്റും വളരെ കുറവൊക്കെയാണ്. കൂടിയോ ഉണ്ട് കുറഞ്ഞോ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നോക്കുകയാണ്. അപ്പം ഒരുപാട് നോക്കി. ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഉമ്മ ഉദ്ദേശിച്ചത് കിട്ടുന്നില്ല. അപ്പം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പോയി. അല്ലേ അടിപൊളി ധാവണിയൊക്കെ കൊടുത്ത ആൾക്കാരെ കണ്ട്. പിന്നെ അതുപോലെ ഇതൊരു സെറ്റാണ്, ഫാമിലി സെറ്റാണ്. പിന്നെ മീനുട്ടീൻ്റെ കുറച്ച് കലാവിരുദ്ധമൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ മീനുട്ടീൻ്റെ കോലാഹലങ്ങൾ. അങ്ങനെ ഞങ്ങൾ റണ്ണിങ് മെറ്റീരിയൽസൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഏതായാലും ഒരു കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ കുറച്ച് ഷോക്ക് ഇട്ട് ഇങ്ങനെ അവിടെ നിന്നു. അപ്പം എനിക്കും ആവശ്യമുണ്ടായിരുന്നു ഒരിത്. പിന്നെ അവിടെ ഫോണില്ല, അടിയായി. ഫോൺ അച്ചു വാങ്ങണം, അല്ലു വാങ്ങണം. അപ്പോഴാണ് നമ്മളെ കണ്ണപ്പെട്ടത് നല്ല അടിപൊളി കളക്ഷൻ വന്നിരിക്കുന്നു ചെരുപ്പിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് വിസിറ്റ് ചെയ്തു ചെരുപ്പുകൾ. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച ചെരുപ്പുകളും ഈ ഉണ്ട്. പക്ഷേ വാങ്ങിത്തരാൻ മാട് പറയണ്ടേ. അതുകൊണ്ട് ഏതായാലും ഒക്കെ നോക്കി. മീനൂസിന് ഇഷ്ടപ്പെട്ട പാകത്തില്ല ചെരുപ്പ് കൈ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ചെങ്ങായി പറഞ്ഞു, ഓക്ക് പാകത്തെ ചെരുപ്പുകൾ പിടിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇത് എനിക്ക് വേറെ കൗതുകം തോന്നി. ഞാൻ ഇട്ട് നോക്കിയതാണ്. എൻ്റെ രസമല്ലേ കാണാൻ? രസമുണ്ട് കാണാൻ. ചില ഇഷ്ടപ്പെട്ടു. അടിപൊളിയല്ലേ? അപ്പോഴാണ് ഇത് കണ്ടത്. അവിടെ ഒരു ഓഫറിൽ കുറേ ചെരുപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. 250 ഓഫറിലാണ് ഇട്ടേച്ചിരിക്കണത്. അപ്പോൾ അതിന് കിഡ്സ് സെക്ഷനിക്ക് മീനുട്ടി ഓടിപ്പോയിക്കുന്നത്. ചെരുപ്പ് എടുത്താൽ മാതിരി തന്നെ അതിന് മാച്ചായിട്ടുള്ളൊരു കളറിലെ ഉടുപ്പുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടങ്ങൾ, ഇത് ഞാൻ ചോദിച്ചേ, ഇതെന്താ ഈ ബോക്സിലാക്കി വെച്ചിരിക്കണ ഈ 3 സാരീസ് വെച്ചപ്പോൾ അവർ പറയാം ഈ ഷോപ്പിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാരികളാണ് പറഞ്ഞു. 12,000, അതേമാതിരി 15,000 അതിന് റേറ്റ് കാണിക്കുന്നത്. വീണ്ടും മിനുട്ടി അവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഉടുപ്പായി എടുത്തേക്കുക. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അവിടെ നോക്കി ഈ കുട്ടി എടുത്തേക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇതെല്ലാം ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാനൊന്ന് ഓക്കൊന്ന് ഇട്ട് നോക്കി. ഇട്ടപ്പോഴും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. പക്ഷേ ഓക്ക് എല്ലാം മനസ്സിൽ പിടിച്ചിട്ടില്ല. കണ്ടില്ലേ? പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതായാലും വീഡിയോ എടുക്കാറപ്പോൾ പിന്നെ ഞങ്ങൾ ചുരിദാറിൻ്റെ സെക്ഷനിൽ വന്ന് ചുരിദാറുകൾ 2-3 അടങ്ങി വെച്ചിട്ട് തിരക്കില്ല കേട്ടോ. തിരക്കന്നല്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഇഷ്ടമല്ലൊക്കെ ആക്കും പോലെ നോക്കാം. നിലക്ക് ഇതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അങ്ങനെ 2-3 ചുരിദാറൊക്കെ നോക്കി. പക്ഷേ ചുരിദാറൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് പിന്നെ വില കൂടിയ സെക്ഷനാണെന്ന് പറഞ്ഞത്. 3000 സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സെക്ഷനാണ്. അപ്പോൾ വിശക്കുണ്ട്, വരി നമുക്ക് ചായ കുടിക്കാറുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ഷോപ്പിക്ക് വന്ന ചായ കുടിക്കാതെ കോഫിയൊക്കെ കഴിക്കാതെ ഞങ്ങൾ പോരലില്ല. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കോഫിയൊക്കെ കുടിച്ച് ഷാറായി. ഞങ്ങൾക്ക് കൂപ്പണൊക്കെ കിട്ടി. കൂപ്പണൊക്കെ പൊരിപ്പിച്ച് കൊടുത്ത് ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് വന്ന്. അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് എത്തിയപ്പോൾ അമ്മയോട് പറയണം അടിപൊളിയില്ല, അമ്മയുടെ അടിപൊളി അറിയുന്നതൊക്കെ അറിയില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.